ഇത്രയും തണൽ ഇവിടെ ഉണ്ടായിട്ട് ഇതേ പോയിട്ട് വെയിലത്ത് കുത്തിയിരിക്കുന്നു. കൊണ്ടാട്ടി ഉണ്ടാ നല്ല വെയിലത്താണ് പോയി കുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓട്ടോക്കാരൻ ചേട്ടനാണ് ചനക്ക്. ആ ചേട്ടൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ ഇടയ്ക്ക് സഞ്ചരിച്ചത്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഈ ചേട്ടൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ മ്യൂസിയത്തിൻ്റെ മുൻപിലാണ്. മൈസൂർ റെയിൽവേ മ്യൂസിയത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മണിയോട് അടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ റെയിൽവേ മ്യൂസിയം തുറക്കും. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉള്ള കാര്യങ്ങളിൽ കടക്കാനായിട്ട്. ബാക്കി കാഴ്ചകൾ അകത്ത് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ಮೆಂಬರ್ಸ್ ಕೌಂಟ್ ಮಾಡಿ ಸರ್. ಟಿಕೆಟ್ ಕೊಡ್ತೀವಿ ಸರ್ ನಿಮಗೆ. ಮೆಂಬರ್ಸ್ ಕೌಂಟ್ ಮಾಡಿ ಹೆಂಗ್ ಬಿಡ್ತೀವಿ? ಒಬ್ಬರದ್ದು ಬಿಡೋದಂತ ನೀವು ಈಗ ಟಿಕೆಟ್ ಕಲೆಕ್ಟ್ ಮಾಡಿ ಒಬ್ಬ ಅಲ್ಲೆಲ್ಲ ಮಿಸ್ ಆಗ್ತದೆ. ಈಗೆಲ್ಲ ಹೆಂಗ್ ಸರ್ ನೀವು ಹೇಳ್ದಂಗೆ ಕೇಳಾಗಲ್ಲ ಸರ್. ಇದು ಅರ್ಥ ಮಾಡ್ತೀವಿ ಸರ್. ಪ್ಲೀಸ್ ಚೆಕ್ ಯುವರ್ ಟಿಕೆಟ್ಸ್. ವಿ ಹ್ಯಾವ್ ರಿಟರ್ನ್ ಬ್ಯಾಕ್ ದ ಟಿಕೆಟ್ಸ್. ಓಕೆ, ಅದರ್ವೈಸ್ ಯು ಕ್ಯಾನ್ ಪೇ ಫಾರ್ ಇಸ್ ಮನಿ. उसको बोल दिया सर वो आपने कभी कैमरा कार्ड तगोणमಲ್ಲ ഫോട്ടോഷിപ്പ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റെയിൽവേ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഞാൻ എൻട്രൻസ് നമ്മൾ ടിക്കറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. സാധാരണ അകത്തേക്ക് കയറിയില്ല. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂർ റെയിൽ മ്യൂസിയത്തിലാണ്. ഇത് 1885 നിർമ്മിച്ച കൂടിയാണ് ഈ കാണുന്നത്. അന്നത്തെ ടെക്നോളജി അനുസരിച്ച് കണ്ടോ. നമ്മളിപ്പോൾ ട്രെയിനുകളുടെയൊക്കെ ഒരു രൂപമാണ് സത്യം പറഞ്ഞാൽ. ഓരോന്നും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. കൂട്ടുകാരെ, ഈ കാണുന്നതാണ് ടോയ് ട്രെയിൻ. അതായത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പറ്റത്ത് തന്നെയാണല്ലോ ഞാൻ കുറച്ചും പറഞ്ഞല്ല റെയിൽ മ്യൂസിയം ഉള്ളത്. അപ്പോൾ പഴയ കാലം പോലുള്ള ഒരുപാട് ട്രെയിനുകൾ ഇവിടെ ഉണ്ട്. അതിൽ കുറേയേറെ ട്രെയിനുകൾ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യും. അതെല്ലാം നിങ്ങളുടെ കാഴ്ചയിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടോയ് ട്രെയിൻ. നമ്മൾ യാത്ര ചെയ്തത് ഈ ട്രെയിനിലാണ്. നിങ്ങളെല്ലാവരും വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം. ഭയങ്കര രസം. 2 റൗണ്ടാണ് ഇവർ കറങ്ങുന്നത്. നമുക്ക് ടിക്കറ്റ് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഒരാൾക്ക് വരുന്നത് 50 രൂപ മാത്രമാണ് വരുന്നത്. അതായത് ഈ മ്യൂസിയത്തിനകത്ത് കയറുന്നതും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ഉൾപ്പെടെ 50 രൂപയാണ് വരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 100 രൂപയായി. പക്ഷേ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ആദ്യകാലം പോലുള്ള ട്രെയിനിൻ്റെ ചരിത്രം ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം. മൈസൂർ വരുന്നവർ നേരെ വരണം. അതായത് നമ്മുടെ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലുള്ളൂ മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം. അവിടുന്ന് ഓട്ടോയ്ക്ക് വരാനാണെങ്കിൽ ഒരു 40 രൂപ കൊടുത്താൽ മതി. അവർ 60ഉം 50ഉം ഒക്കെ ചോദിക്കും. പക്ഷേ 40 രൂപ കൊടുത്താണ് ഞങ്ങളിപ്പോൾ വന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ റെയിൽവേ മ്യൂസിയം സന്ദർശിക്കാനായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് ട്രെയിനിന് പോകേണ്ടവരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഡേ പ്ലാൻ ചെയ്യുന്നത് നല്ലത്. കാരണം നമ്മൾ കേരളത്തിലേക്കാണെങ്കിൽ മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ഉണ്ട്. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:45 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ദിവസം എന്ന് രാവിലെ ഇവിടെ 10 മണിക്ക് ഉറക്കുമല്ലോ. അപ്പോൾ 10 മണിക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം കണ്ട് നമുക്ക് 12:45 ട്രെയിനിങ് കയറി തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങാം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഹായ്, താങ്ക് യു സോ മച്ച്. Afternoon time. So last visited this place. So when you come Kerala, should be visited our most of the very years. And then it's also specialized in other food. Yeah. So you know that everything is so nice to visit you. You are education. Stay there. Someone help me get out. Whenever we have a cabin like this, you can climb. Don't go in a plane.
Thank you. I'm driving train. അതെ 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 ഇവക്കടും തോന്നുന്നു. Boring for car. Oh. Yeah, my tired. തിരുവനന്തപുരം ഏത് ഭാഗത്താ ഞങ്ങള്? ഇപ്പൊ ഇവിടെ എത്ര ദിവസം ട്രിപ്പിനായിട്ടൊന്നാ? ഞങ്ങൾ വയനാട്ടിൽ കഴിഞ്ഞ് 12-ാം തീയതി രാവിലെ വന്നതാണ്. 12-ാം തീയതി രാവിലെ വന്നാണല്ലേ? ശരി. ഹായ്. ഇത് കൽക്കരിയുടെ സ്ഥലമാണ്. പഴയ കൽക്കരി ട്രെയിനാണ്. കൽക്കരി അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഇതൊക്കെ എല്ലാവരും കാണേണ്ട കാഴ്ചകളാണ്. പിന്നെ തന്നെ ഇവിടെ കണ്ട കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ അത് ഫുൾ വീഡിയോ. അത് മാത്രമല്ല Maximum tomorrow we will upload the video and come and tell you about it. Come and leave your language, okay? Thank you. And share your friends because your picture out.
ഇവിടെ എല്ലാം കവർ ചെയ്ത് നമ്മൾ Yes, of course. Do you like Kerala? We were actually in a train. Oh, no. It's most of the beautiful place in Kerala. Yeah. We got married 25th of January, 25th January. 51 years ago. Yeah. Get ready? Hi! ഹായ്. ഹായ്. Yes. Hi! ഹായ്. ഏയ്. എടി ഇത് 1900 ചെയ്ത ഒരു എഞ്ചിനാണ്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചകളിലേക്കായിട്ട് ഇതെല്ലാം കാണിക്കുകയാണ്. അതിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഹായ്. Yes. How you feel? Good. It's good. Where is your place? You are from Ulundurpete. Gudlupete. Mysore district. Happy birthday, Ammu.
ഇത് 1932 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണിക്കാം നിങ്ങൾക്കായിട്ട്. 32 ഒരു എഞ്ചിനാണ് നമ്മൾ കണ്ട. ഈ എഞ്ചിൻ 1922 ചെയ്ത എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് എഞ്ചിൻ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വരണം, ഇതെല്ലാം കാണണം. നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നേരിൽ സന്ദർശിക്കണം, എൻജോയ് ചെയ്യണം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്, തിരിച്ചിറങ്ങുവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മൾ.